ഹായ് വെൽക്കം ടു യുവർ യൂട്യൂബ് ചാനൽ ഈസി സ്കോട്ട്സ്. അപ്പോൾ ഇന്ന് നമ്മൾ കേറ്ററ്റ് കാറ്റഗറി 3 നാച്ചുറൽ സയൻസ് കഴിഞ്ഞ എക്സാമിന്, അതായത് 2021 ജനുവരിയിൽ നടന്ന നാച്ചുറൽ സയൻസിൻ്റെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ആൻസേഴ്സും ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ. നമുക്കറിയാം 80 മാർക്കിന് 80 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ, നെഗറ്റീവ് മാർക്കില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടതാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ജെൽ ഇലക്ട്രോഫോറസിസ്. ഓപ്ഷൻ എ, DNA fragments are forced to move towards the anode under an electric field. Option B, exposure to UV radiation is required. Option C, DNA fragments can be visualized by adding agarose. Option D, DNA fragments separate according to their size. Correct answer option C, DNA fragments. Option C, DNA fragments can be visualized by using agarose എന്നുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, മോസ്റ്റ് പ്രിമിറ്റീവ് മെമ്പർ ഓഫ് ദ ഹ്യൂമൻ റൈസ് ഈസ് ഹോമോ ഹെബിലിസ്, ഓസ്ട്രലോപിത്തക്കസ്, അഫാരനിസിസ്, ഹോമോ നിയാൻഡർതാലിസ്. ഓപ്ഷൻ ഡി, അരാഡിപ്പിത്തിക്കസ് റാമിഡസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അരാഡിപ്പിത്തിക്കസ് റാമിഡസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, എ ഡ്രൈ ഇൻഹെസൻറ്റ് ഫ്രൂട്ട് ഈസ്. ഓപ്ഷൻ എ, ക്യാപ്സ്യൂൾ. ബി, സിലിക്ക. സി, ഫോളിക്കിൾ. ഓപ്ഷൻ ഡി, കാരിയോപ്സിസ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, ദ ഫ്രൂട്ടിംഗ് ബോഡി ഓഫ് അഗാരിക്കസ് ഈസ് അസ്കോകാർപ്പ്, സ്യൂഡോകാർപ്പ്, ക്രിമോകാർപ്പ്, ബസിഡോകാർപ്പ്. കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ ഡി, ബസിഡോകാർപ്പ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഗാർഡ്സ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ ദ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ദ ലെഫ്റ്റ് വെൻട്രിക്കിൾ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ, മിട്രൽ വാൽവ്. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർമേഷൻ ഓഫ് സീഡ്സ് വിതൗട്ട് ഫെർട്ടിലൈസേഷൻ ഈസ് കാൾഡ്. കറക്റ്റ് ആൻസർ അപ്പോമിക്സ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ചൂസ് ദ ഗ്രൂപ്പ് വിച്ച് ഇൻക്ലൂഡ്സ് ഹാപ്ലോയിഡ് പാർട്സ് ഓൺലി. എംബ്രിയോസാക്, മൈക്രോസ്പോർ. ഓപ്ഷൻ ബി, എഗ് ഒവ്യൂൾ. ഓപ്ഷൻ സി, പൊളൻ ഗ്രെയിൻ ഒവ്യൂൾ. ഓപ്ഷൻ ഡി, എംബ്രിയോസാക് ടെപ്പേറ്റ്. ശരിയായ ഉത്തരം എംബ്രിയോസാക് ആൻഡ് മൈക്രോസ്പോർ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പോളിത്തീൻ ക്രോമസോംസ് ആർ ജോയിൻഡ് അറ്റ് എ പോയിന്റ് കാൾഡ്. സെൻട്രോസോം, ക്രോമോസെൻറ്റർ, ക്രോമോമിയോ, കൈനറ്റോകോർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്രോമോസെൻറ്റർ ആണ്. ഓപ്ഷൻ ബി, ക്രോമോസെൻറ്റർ. അടുത്ത ചോദ്യം, എ കെമിക്കൽ വിച്ച് ഡസ് നോട്ട് കോസ് സീഡ് ഡോർമൻസി ഈസ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഗിബർലിക് ആസിഡ് ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി, ഗിബർലിക് ആസിഡ്. അടുത്ത ചോദ്യം, അഗർ ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാസിലേറിയ എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഗ്രാസിലേറിയ. അടുത്ത ചോദ്യം, റെസ്ട്രിക്ഷൻ എൻസൈം ആർ ഐസൊലേറ്റഡ് ഫ്രം. കറക്റ്റ് ആൻസർ ബാക്ടീരിയ. ഓപ്ഷൻ ബി, ബാക്ടീരിയ. അടുത്ത ചോദ്യം, ചൂസ് ദ ഓപ്ഷൻ ദാറ്റ് ഡസ് നോട്ട് കം അണ്ടർ ദ ഇവിൾ കോട്ടഡ്. ഏതാണ്? അതെ, ഓപ്ഷൻ സി, ലാറ്റിറ്റ്യൂഡിനൽ ഗ്രേഡിയൻസ്. അടുത്തത്, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ്. പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂ ഓഫ് ദ ബ്രെയിൻ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്തിൻ ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ഓൺലി, ഫോംഡ് ഫ്രം ബ്ലഡ്. അടുത്തത്, പ്രൊട്ടക്റ്റ് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ബി, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ ഓൺലി. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ മോഡിഫിക്കേഷൻ ഓഫ് സ്റ്റെം. ടോൺ, ന്യൂമാറ്റോസ്പോർസ്, റണ്ണർ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ന്യൂമാറ്റോസ്പോർ. ഓപ്ഷൻ ബി, ന്യൂമാറ്റോസ്പോർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, എ ഗ്രിഗറസ് പെസ്റ്റ് ഈസ്. കാറ്റർപില്ലർ ആണോ, ലോക്കസ്റ്റ്, സാൻഡ് ഫ്ലൈ, അഫിഡ്സ്. ഏതാണിതിൽ? അതെ, ഓപ്ഷൻ ബി ആണ്
കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം, ചൂസ് ആൻ എക്സാമ്പിൾ ഫോർ ദ സിൻസീഷ്യം ഫ്രം ദ ഫോളോവിങ്: ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്, കൊളിയോപ്റ്റേൽ ഇൻ ഗ്രാസസ്, എല്യൂറോൺ ലെയർ ഇൻ മോണോകോട്സ്, കോളിയോറൈസ ഇൻ ഗ്രാസസ്. ഏതാണിതിൽ കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ എ, ലിക്വിഡ് എൻഡോസ്പെർം ഇൻ കോക്കനട്ട്. അടുത്ത ക്വസ്റ്റ്യൻ, എ ന്യൂക്ലിയോ സൈ ഇൻക്ലൂഡ് nitrogen base only, nitrogen base and sugar, nitrogen bases and phosphate and sugar. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണല്ലേ, നൈട്രജൻ ബേസസ് ആൻഡ് ഷുഗർ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ 4 കാർബൺ കോമ്പൗണ്ട് ഫോംഡ് ഡ്യൂറിങ് ക്രെബ്സ് സൈക്കിൾ? സക്സിനിക് ആസിഡ് ആണോ, മാലിക് ആസിഡ് ആണോ, ഫ്യൂമറിക് ആസിഡ് ആണോ, സിട്രിക് ആസിഡ് ആണോ? അതെ, സിട്രിക് ആസിഡ് ആണല്ലേ, ഓപ്ഷൻ ഡി, സിട്രിക് ആസിഡ്. അടുത്ത ചോദ്യം, ചൂസ് the option which includes bisexual organisms only: Nereis leech, Ascaris earthworm, Ascaris nereis, earthworm and leech. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് earthworm, leech എന്നുള്ള. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ്ലി മാച്ച്ഡ് പെയർ: യെല്ലോ സ്പോട്ട്, aperture of the iris, pupil, point of maximum visual clarity, blind spot, part of the choroid seen behind the cornea, anterior part of the sclera. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി, കോർണിയ, ആൻറ്റീരിയർ പാർട്ട് ഓഫ് ദ സ്ക്ലീറ. അടുത്ത ക്വസ്റ്റ്യൻ, ചൂസ് ദ സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് ഇസ് നോട്ട് ട്രൂ അബൌട്ട് ബി ടി കോട്ടൺ. ബി ടി കോട്ടനുമായിട്ട് ബന്ധപ്പെടാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളത്. ഓപ്ഷൻ എ, ഇൻസെക്റ്റ് റെസിസ്റ്റൻറ്റ് പ്ലാൻ. ഓപ്ഷൻ ബി, പ്രൊഡ്യൂസസ് ക്രൈ പ്രോട്ടീൻ. ഓപ്ഷൻ സി, contains genes from Bacillus aemilifaciens. ഓപ്ഷൻ ഡി, toxic protein produced in the plant is insect specific. ഏതാണ്? അതെ, ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. അടുത്ത ചോദ്യം, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ഹെലോഫൈൽസ്. ഹെലോഫൈൽസ് ഏതാ കറക്റ്റ് ആൻസർ? ദേ ലീവ് ഇൻ സാൾട്ടി ഏരിയ. ഫസ്റ്റത്തെ സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്, അപ്പോൾ അത് തന്നെയാണ് ആൻസർ. എന്നിരുന്നാൽ പോലും നിങ്ങളെല്ലാ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വായിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ദേ ലീവ് ഇൻ സാൾട്ടി ഏരിയാസ് എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടേണർ സിൻഡ്രോംസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ presence of an additional copy of X chromosome, presence of an additional copy of chromosome number 21, presence of an additional copy of chromosome number 14, absence of one of the X chromosome. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി, ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ X chromosome. അടുത്ത ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് പീനിയൽ ഗ്ലാൻഡ്. ലൊക്കേറ്റഡ് ഓൺ either side of the trachea, it is a composite gland, secretes melatonin, helps in development of the immune system. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി, secrete melatonin. അടുത്തത്, ഐഡൻറ്റിഫൈ ദ ഓർഗനൽ വിച്ച് ഈസ് നോട്ട് ഇൻവോൾവ്ഡ് ഇൻ ഫോട്ടോറെസ്പിറേഷൻ. ക്ലോറോപ്ലാസ്റ്റ്, പെറോക്സോം, മീസോസോം, മൈറ്റോകോൺട്രിയ. കറക്റ്റ് ആൻസർ മീസോസോം ആണ് അല്ലേ, ഓപ്ഷൻ സി, മീസോസോം. അടുത്ത ചോദ്യം, യൂട്രോഫിക്കേഷൻ ഈസ് നാച്ചുറൽ ഏജിങ് ഓഫ് എ ലൈക്ക് ബൈ ന്യൂട്രിയൻ എൻറിച്ച്മെൻറ്റ്. ഓപ്ഷൻ എ തന്നെയാണ് അല്ലേ, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് വായിക്കേണ്ടതില്ലല്ലോ. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ഫ്ലോയം ഫൈബർ. ഏതാണ്? ഹെമ്പാണോ, കോട്ടൺ ആണോ, ഫ്ലെക്സ് ആണോ, ജൂട്ടാണോ? അതെ, ഓപ്ഷൻ ബി, കോട്ടൺ ആണല്ലേ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി ആണല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഗ്രാസ് ലാൻഡ്സ് ഇൻ സൗത്ത് അമേരിക്ക ആർ നോൺ ആസ് സ്റ്റേപ്പീസ്, ടെസോക്സ്, വെൽസ്, പാമ്പസ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ടെസോക്സ് എന്നുള്ളതാണ്. ഇനി, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ബുള്ളിഫോം സെൽസ്? help to minimize water loss, they are colorless cells. അടുത്തത്, present in abaxial epidermis. ഓപ്ഷൻ ഡി, they make the leaves curl inward. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓപ്ഷൻ സി, present in abaxial epidermis എന്നുള്ളതാണ് അല്ലേ, ഓപ്ഷൻ സി. അടുത്തത്, synapsis occurs during. ഏതാണ്? ഓപ്ഷൻ എ, ഡിപ്ലോട്ടിൻ. ഓപ്ഷൻ ബി, ലെപ്റ്റോട്ടിൻ. ഓപ്ഷൻ സി, സൈഗോട്ടിൻ. ഓപ്ഷൻ ഡി, ഡയാഗൈനസിസ്. സൈഗോട്ടിൻ ആണല്ലേ, ഓപ്ഷൻ സി, സൈഗോട്ടിൻ. അടുത്ത ക്വസ്റ്റ്യൻ,
തിയോ ഡൈനർ ഡിസ്കവേർഡ് ഇതാണ് അതെ വൈറോയിഡ്സ് ആണ് ഡൈനർ ഡിസ്കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ സിംഗിൾ സെൽ പ്രോട്ടീൻ? ലാക്ടോബാസിലസ്, നോസ്റ്റോക്ക്, സ്പൈറലീന, അനബീന. ഏതാണ്? അതെ ഓപ്ഷൻ സി സ്പൈറലീനയാണ് അല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എ പ്ലാന്റ് ഗ്രോത്ത് റെഗുലേറ്റർ വിച്ച് ഹെൽപ്സ് ഇറ്റ് അച്ചീവ് റെസ്പിറേറ്ററി climatic during the ripening of fruit is cytokine, ethylene, auxin, gibberellin. കറക്റ്റ് ആൻസർ എഥിലീൻ ആണ് അല്ലേ ഓപ്ഷൻ ബി എഥിലീൻ. അടുത്ത ക്വസ്റ്റ്യൻ ദ ഡെൻ്റൽ ഫോർമുല ഓഫ് ഹ്യൂമൻ ഇസ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി 2123/2123 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അല്ലേ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ the gaps between two adjacent myelin sheets are called എന്താണ്? നോട്ട്സ് ഓഫ് റാൻവീർ. കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി നോട്ട്സ് ഓഫ് റാൻവീർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് മ്യൂട്ടിലിസം? മ്യൂട്ടിലിസത്തിന് എക്സാമ്പിളാണ് ബാർണക്കിൾ ആൻഡ് വെയർ ആണോ, സീ അനിമോൺസ് ആൻഡ് ഹെർബിറ്റ് ക്രാം ആണോ, സക്കർ ഫിഷ് ആൻഡ് ഷാർക്ക്, വാണ്ട ആൻഡ് ട്രീ. ഏതാണതിൽ? അതെ ഓപ്ഷൻ ബി സീ അനിമോൺ ആൻഡ് ഹെർമിറ്റ് ക്രാബ് എന്നുള്ളതാണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ കോളംസ് ഓഫ് ബേർട്ട്നി ഈസ് അസോസിയേറ്റഡ് വിത്ത് ലിവർ ആണോ, പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ആണോ, കിഡ്നി ആണോ, ഇയർ ആണോ? കിഡ്നി ആണല്ലേ, കിഡ്നിയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കോളംസ് ഓഫ് ബേർട്ട്നി എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ ദ ഗോൾഡൻ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ഈസ് മിസോയിക്, സെനോയിക്, പാലിയോസിക്, പ്രോട്ടിയോസോയിക്. ഓപ്ഷൻ ബി സിനോസോയിക് ആണ് അതിലെ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ് റിങ്കിൾഡ് സീഡ് ഷേപ്പ് ആൻഡ് ഗ്രീൻ സീഡ് കളർ? ഏതാ അതിൽ പറഞ്ഞിട്ടുള്ളതിൽ? അതെ ഓപ്ഷൻ ഡി RR, സ്മോൾ ലെറ്റർ RRYY എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്? ബ്രൗൺ റസ്റ്റ് ഓഫ് വീറ്റ്, ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ്, ലൈറ്റ് ബ്ലൈറ്റ് ഓഫ് പൊട്ടാറ്റോ, റെഡ് റോട്ട് ഓഫ് ഷുഗർ കെയിൻ. ഏതാണ്? അതെ ഓപ്ഷൻ ബി ബ്ലാക്ക് റോട്ട് ഓഫ് ക്രൂസിഫേഴ്സ്. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് അറ്റാച്ച് സ്കെലിറ്റൽ മസിൽസ് ടു ബോൺ? കാർട്ടിലേജ് ആണോ, ലിഗ്മെൻ്റ് ആണോ, ടെൻഡൻ ആണോ, ജോയിൻസ് ആണോ? അതെ ടെൻഡൻ ആണല്ലേ കറക്റ്റ് ആൻസർ ടെൻഡൻ. അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് എ വെക്റ്റർ ബോൺ ഡിസീസ്? ഏതാണതിൽ പറഞ്ഞിരിക്കുന്നത്? മലേറിയ ആണോ, ചിക്കൻ ഗുനിയ ആണോ, ലെപ്റ്റോ സ്പൈറോസിസ് ആണോ? ഓപ്ഷൻ എ ആണല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ഡാഷ് പ്രൊവൈഡ്സ് ന്യൂട്രീഷൻ ടു ദ മെയിൽ ജേം സെൽസ്? ഇൻഡസ്ട്രീഷ്യൽ സെൽസ്, ലിഡിക് സെൽസ്, സെർട്ടോളി സെൽസ്, ഗ്ലോബൽ സെൽസ്. ഏതാണ്? ഓപ്ഷൻ സി സെർട്ടോളി സെൽസ് ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ ബ്ലഡ് ഗ്രൂപ്പ്സ് വിത്ത് നോ ആൻറ്റിബോഡീസ് ഇൻ പ്ലാസ്മ ഈസ്? ഏതാ? AB ഗ്രൂപ്പ് ആണല്ലേ, AB ഗ്രൂപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ എ മിനറൽ എലമെൻറ്റ് വിച്ച് ഈസ് എ കമ്പോണൻറ്റ് ഓഫ് ദ നൈട്രോജിനിയസ് ഈസ്? മോളിബ്നം, ക്ലോറിൻ, കൊബാൾട്ട്, നൈട്രജൻ. ഏതാണ്? മോളിബ്നം ആണല്ലേ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം സ്ക്യൂട്ടലം ഈസ് എ പ്രോട്ടീനീഷ്യസ് ലെയർ ഷീറ്റ് ദാറ്റ് എൻക്ലോസസ് റാഡിക്കൽ ഷീറ്റ് ദാറ്റ് എൻക്ലോസസ് പ്ലിമ്യൂൾ. ഓപ്ഷൻ ഡി എ ഷീൽഡ് ഷേപ്പ്ഡ് കോട്ടിലിഡൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി എ ഷീൽഡ് ഷേപ്പ്ഡ് കോട്ടിലിഡൻ എന്നുള്ളതാണ്. അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ദ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഓഫ് ആസിഡ്സ്? അസറ്റോബാക്ടർ അസറ്റി, ലാക്ടോബാസിലസ്, ക്ലോസ്ട്രീഡിയം ബ്യൂട്ടിലിക്കം, സ്ട്രെപ്റ്റോകോക്കസ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി സ്ട്രെപ്റ്റോകോക്കസ് എന്നുള്ളതാണ്. അടുത്ത ചോദ്യം വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് റെപ്രസെൻറ്റ്സ് ദ ഗെമറ്റോഫൈറ്റിക് സ്റ്റേജ് ഓഫ് ടെറിഡോഫൈറ്റ്സ്? പ്രൊതാലസ്, പ്രോട്ടോണിമ, സ്പോസ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ ഓപ്ഷൻ ബി പ്രൊതാലസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് പോളിപെപ്റ്റൈഡ് ചെയിൻസ് ഇൻ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ ഈസ് 1 alpha chain and 1 beta chain, 2 alpha chains, 2 alpha chains and 2 beta chains, 1 alpha chain and 2 beta chains.
കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്? റിക്വയർ എനർജി, റിക്വയേഴ്സ് മെംബ്രെയിൻ പ്രോട്ടീൻ, ഓപ്ഷൻ സി ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ ഡി ഹൈലി സെലക്റ്റീവ്. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണല്ലേ, ഡൗൺ ഹിൽ ട്രാൻസ്പോർട്ട്. അടുത്ത ചോദ്യം, വാട്ട് ഗീവ്സ് ആസ് എ ഡീറ്റെയിൽഡ് അക്കൗണ്ട് ഓഫ് ദ സബ്ജക്റ്റ് കണ്ടന്റ് ടു ബി ട്രാൻസാക്റ്റഡ് ആൻഡ് ദ സ്കിൽസ്, നോളജ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് വിച്ച് ആർ ടു ബി ഡെലിബറേറ്റ്ലി ഫോസ്റ്റേർഡ് ടുഗദർ വിത്ത് സബ്ജക്റ്റ് സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ്? ഓപ്ഷൻ എ കരിക്കുലം, ഓപ്ഷൻ ബി ഒബ്ജക്റ്റീവ്സ്, ഓപ്ഷൻ സി പ്രിൻസിപ്പൾസ്, ഓപ്ഷൻ ഡി സിലബസ്. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ഓപ്ഷൻ ഡി ആണല്ലേ, സിലബസ് ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഇയർ ഇൻ വിച്ച് NCERT വാസ് എസ്റ്റാബ്ലിഷ്ഡ്? NCERT എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് 1961 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, എൻക്വയറി ബേസ്ഡ് ലേണിംഗ് അപ്രോച്ച് ബിഗിൻസ് വിത്ത് എ ക്വസ്റ്റ്യൻ ടു ആൻസർ, എക്സ്പ്ലോറേഷൻ, ലബോറട്ടറി ടെസ്റ്റ്, ഒബ്സർവേഷൻ. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, എ ക്വസ്റ്റ്യൻ ടു ആൻസർ ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, വൺ എമംഗ് ദ ഫോളോവിങ് ഈസ് നോട്ട് in the 6 different validities of a good science curriculum as envisaged by NCF 2005? Cognitive validity, content validity, construct validity, process validity. ഏതാണ്? അത് ഓപ്ഷൻ സി കൺസ്ട്രക്ട് വാലിഡിറ്റി ആണല്ലേ. അടുത്ത ചോദ്യം, സ്കിൽസ് എസെൻഷ്യൽ ടു ലേൺ ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ സയൻറ്റിഫിക് ഇൻഫർമേഷൻ? ഓപ്ഷൻ എ കമ്പ്യൂട്ടർ സ്കിൽസ്, ഓപ്ഷൻ ബി പ്രോസസ് സ്കിൽസ്, ഓപ്ഷൻ സി ലൈഫ് സ്കിൽസ്, ഓപ്ഷൻ ഡി സോഷ്യൽ സ്കിൽസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ ബി പ്രോസസ് സ്കിൽ, ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം, വാട്ട് ഹെൽപ്സ് എ ടീച്ചർ ടു അഡോപ്റ്റ് എഫക്റ്റീവ് ഇൻസ്ട്രക്ഷണൽ എയ്ഡ് ആൻഡ് സ്ട്രാറ്റജീസ് ഇൻ ടീച്ചിങ് ലേണിംഗ് പ്രോസസ്? ഓപ്ഷൻ എ കോമ്പറ്റേറ്റീവ് അനാലിസിസ്, ഓപ്ഷൻ ബി കണ്ടന്റ് അനാലിസിസ്, ഓപ്ഷൻ സി പെഡഗോജിക് അനാലിസിസ്, ഓപ്ഷൻ ഡി SWOT അനാലിസിസ്. ഏതാണ്? അതെ, ഓപ്ഷൻ സി പെഡഗോജിക് അനാലിസിസ് ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ് സ്കിൽ ഇൻ സയൻസ്? സയൻസിലുള്ള ഇൻറ്റഗ്രേറ്റഡ് പ്രോസസ് സ്കിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ക്ലാസിഫയിങ്, എക്സ്പെരിമെൻറ്റിങ്, മെഷറിങ്, ഒബ്സർവിങ്. ഇതിലേതാണ്? അത് എക്സ്പെരിമെൻറ്റിങ് ആണല്ലേ, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഡാൾട്ടൺ മെത്തേഡ്? ഡാൾട്ടൺ മെത്തേഡിൻ്റെ ഫൗണ്ടർ ആരാണ്? ഓപ്ഷൻ എ ആംസ്ട്രോങ്, ഓപ്ഷൻ ബി DW അലൻ, ഓപ്ഷൻ സി ഹെലൻ പെർക്കേഴ്സ്, ഓപ്ഷൻ ഡി ജോൺ ഡ്യൂയി. ആരാണ്? ഹെലൻ, ഓപ്ഷൻ സി ഹെലൻ ആണല്ലേ കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, സയൻസ് എ പ്രോസസ് അപ്രോച്ച് ഈസ് ആൻ ഔട്ട്കം ഓഫ് AAASൻ്റെ ആണോ, ESSൻ്റെ ആണോ, NCFൻ്റെ ആണോ, SCISൻ്റെ ആണോ? അതെ, AAASൻ്റെ ആണല്ലേ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ എ. അടുത്ത ചോദ്യം, which is the advisory body of the central and the state government on all matters pertaining to teacher education? NCTA, NCERT, SCRT, UGC. ഏതാണതിൽ കറക്റ്റ് ആൻസർ? അതെ, NCERT അല്ലേ, നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. NCERTയുടെ ഫുൾ ഫോം എന്താണ്? നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. SCRTയുടെ ഏതോ സ്റ്റേറ്റ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ് എന്നുള്ളതാണ്. UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ. അടുത്ത ചോദ്യം, വിച്ച് ഏജൻസി പബ്ലിഷ്ഡ് NCF 2005? NCF 2005 പബ്ലിഷ് ചെയ്തിട്ടുള്ളത് CBSE ആണോ, NCTE ആണോ, SCRT ആണോ, NCERT ആണോ? ഓപ്ഷൻ ഡി NCERT ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ചോദ്യം, ദ മെയിൻ ഫങ്ഷൻ ഓഫ് NCERT ഈസ് ആൻ എക്സ്റ്റൻഷൻ വർക്ക് വിത്ത് സ്റ്റേറ്റ് എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സെൻറ്ററിങ് അറൗണ്ട് ദ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ, സ്കൂൾ എഡ്യൂക്കേഷൻ, വൊക്കേഷണൽ എഡ്യൂക്കേഷൻ, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ഏതാണ്? അതെ, സ്കൂൾ എഡ്യൂക്കേഷൻ ആണ് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ബി സ്കൂൾ എഡ്യൂക്കേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഹു ഡെവലപ്ഡ് ടാക്സോണമി ഓഫ് സയൻസ് എഡ്യൂക്കേഷൻ? ആൻഡേഴ്സൺ ആൻഡ് ക്രാത്ത്വോൾ ആണോ, ബിഗ്സ് ആൻഡ് കോളിസ് ആണോ, BS ബ്ലൂം ആണോ, മക്കമാർക്ക് ആൻഡ് യാഗർ ആണോ?
ആരാണ്? അതെ, ഓപ്ഷൻ ഡി ആണല്ലേ കറക്റ്റ് ആൻസർ, ഓപ്ഷൻ ഡി. അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദ ഫോളോവിങ് വിൽ കം അണ്ടർ ദ പ്രിൻസിപ്പിൾസ് ഓഫ് കരിക്കുലം കൺസ്ട്രക്ഷൻ? പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി, പ്രിൻസിപ്പിൾ ഓഫ് ഡിസിപ്ലിൻ, പ്രിൻസിപ്പിൾ ഓഫ് പ്ലാനിംഗ്, പ്രിൻസിപ്പിൾ ഓഫ് കോഓപ്പറേഷൻ. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, പ്രിൻസിപ്പിൾ ഓഫ് യൂട്ടിലിറ്റി. അടുത്ത ക്വസ്റ്റ്യൻ, ടെസ്റ്റ് വിച്ച് മെഷേഴ്സ് പീപ്പിൾസ് അറ്റൈൻമെൻറ്റ് ആൻഡ് പ്രോഗ്രഷൻസ് ഇൻ എ സ്പെസിഫിക് സബ്ജക്റ്റ് ഓർ ടോപ്പിക് ഓവർ എ സെറ്റ് പീരിയഡ് ഓഫ് ടൈം. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ആണോ, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണോ, ഫോർമേറ്റീവ് ടെസ്റ്റ് ആണോ, പ്രോഗ്നോട്ടിക് ടെസ്റ്റ് ആണോ? ഇതാണ് കറക്റ്റ് ആൻസർ. അതെ, അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, എമംഗ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെൻറ്റ് വിച്ച് വൺ കംസ് അണ്ടർ 4 pillars ഓഫ് എഡ്യൂക്കേഷൻ? ലേണിംഗ് ടു ആക്ട്, ലേണിംഗ് ടു ഏൺ, ലേണിംഗ് ടു തിങ്ക്, ലേണിംഗ് ടു ബി. കറക്റ്റ് ആൻസർ ലേണിംഗ് ടു ബി എന്നുള്ളതാണ്. അടുത്തത്, IT at school was formed in 2005. 2005 IT at school was formed in 2005. അടുത്ത ക്വസ്റ്റ്യൻ, mode of grading where grades are given based on the predetermined cut-off levels is absolute grading, mastery grading, norm reference grading, relative grading. correct answer absolute grading ആണ്. mode of grading എന്ന് പറയുന്നത് grades are given based on the predetermined cut-off level. which is not, അടുത്ത ക്വസ്റ്റ്യൻ ആണ്, which is not a part of the pedagogical analysis. content analysis, curriculum designing, diagnostic testing, learning experience. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, കരിക്കുലം ഡിസൈൻ, ഓപ്ഷൻ ബി കരിക്കുലം ഡിസൈൻ ആണ് കറക്റ്റ് ആൻസർ. അടുത്തത്, ഹു ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം? കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ ഫാദർ ആരാണ്? അതെ, പിയാഷെ ആണല്ലേ, ഓപ്ഷൻ സി പിയാഷെ, ജീൻ പിയാഷെ. അടുത്തത്, versatile ICT enabled resource for students is entertainmental channel only, edutainment channel, game channel only, science channel only. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ബി എഡ്യൂട്ടൈൻമെൻറ്റ് ചാനൽ ആണല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഡൊമൈൻ ഇൻവോൾവ്സ് വിഷ്വലൈസിങ് ആൻഡ് ഫോർമുലേറ്റിംഗ് എക്സ്പെരിമെൻറ്റ്സ്, designing instruments and machines, relating objects and concept in new ways? application domain, attitudinal domain, creativity domain, process domain. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, ഓപ്ഷൻ സി ആണല്ലേ കറക്റ്റ് ആൻസർ. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ കൈനസ്തെറ്റിക് അപ്രോച്ച് ടു റീഡിംഗ്? ലിസണിങ് ടു എ ലെക്ചർ ക്ലാസ് ഓൺ vocabulary, reciting a poem, using models of letters to form words. Option D, visually identifying syllables on alphabet cards. correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി, യൂസിങ് മോഡൽസ് ഓഫ് ലെറ്റേഴ്സ് ടു ഫോം വേർഡ്സ്. അടുത്ത ക്വസ്റ്റ്യൻ, an approach of curriculum organization where a continuous and unbroken learning of the subject matter through various levels of education is ensured. Concentric approach, interdisciplinary approach, spiral approach, topical approach. ഏതാണ്? അതെ, ഓപ്ഷൻ സി സ്പൈറൽ അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, എ ടീച്ചിങ് ഔട്ട്ലൈൻ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഓഫ് എ ലെസൺ അറേഞ്ച്ഡ് ഇൻ എ ഓർഡർ ഇൻ വിച്ച് ദേ ആർ ടു ബി പ്രസൻറ്റഡ്. ആക്ഷൻ പ്ലാൻ, ലെസൺ പ്ലാൻ, യൂണിറ്റ് പ്ലാൻ, ഇയർ പ്ലാൻ. ഏതാണ്? അതെ, ലെസൺ പ്ലാൻ, ഓപ്ഷൻ ബി ലെസൺ പ്ലാൻ. അടുത്തത്, വിച്ച് സിറ്റുവേഷൻ ഈസ് സ്യൂട്ടബിൾ ഫോർ യൂസിങ് ലെക്ചർ മെത്തേഡ്? ഫോർ ഫോർമുലേറ്റിംഗ് എ ടെൻറ്റേറ്റീവ് സൊല്യൂഷൻ, ഫോർ ഗിവിംഗ് individual attention to students, for giving hands-on experience to students, for introducing and summarizing lessons. ഏതാണ് കറക്റ്റ് ആൻസർ? അതെ, ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു മെക്മാർക്ക് ആൻഡ് യാഗർ ടാക്സോണമി, കളക്ഷൻ ആൻഡ് കമ്പൈലേഷൻ ഓഫ് ഡേറ്റ കംസ് അണ്ടർ നോളജ് ഡൊമൈൻ, പ്രോസസ് ഡൊമൈൻ, ക്രിയേറ്റിവിറ്റി ഡൊമൈൻ, അപ്ലിക്കേഷൻ ഡൊമൈൻ. ഏതാണ്? ഓപ്ഷൻ ബി പ്രോസസ് ഡൊമൈൻ. അടുത്ത ക്വസ്റ്റ്യൻ, എ വോൾ ഹേർട്ടഡ് പർപ്പസ്ഫുൾ ആക്ടിവിറ്റി പ്രൊസീഡിങ് ഇൻ എ സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഏതാണ്? ഡാൽട്ടൺ പ്ലാൻ, എക്സ്പെരിമെൻറ്റ്, ലെക്ചർ, പ്രൊജക്റ്റ്. ഇതിലേത് മെത്തേഡാണ്? മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ്. അതെ, പ്രൊജക്റ്റ് മെത്തേഡ് ഓഫ് ടീച്ചിങ് ആണ് അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് കരിക്കുലം? ഇവാലുവേഷൻ, ലേണിംഗ് എക്സ്പീരിയൻസ്, പ്രൊഫഷണൽ എത്തിക്സ്, സിലബസ്. ഏതാണ്? അതെ, പ്രൊഫഷണൽ എത്തിക്സ്. അവസാന ചോദ്യം, which among the following is one of the 5
Basic Principles of NCF 2005. Connecting knowledge to life outside the school, developing school infrastructure, providing teacher training and incentives, promoting integrated curriculum. ഏതാണതിൽ? അതെ, ഓപ്ഷൻ എ, കണക്റ്റിംഗ് നോളജ് ടു ലൈഫ് ഔട്ട്സൈഡ് ദ സ്കൂൾ. ഇത്രയാണ് നാച്ചുറൽ കേട്ടറ്റ് കാറ്റഗറി 3 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഒഫീഷ്യൽ ആൻസർ കീയും.